ഹായ് ഗൈസ്, എല്ലാവർക്കും ആമസോൺ ഫൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ആമസോൺ ഫൈൻഡ് എന്ന് പറയുന്നത് വീട്ടിലിരുന്ന് കളിക്കാൻ പറ്റിയ പല തരത്തിലുള്ള ഗെയിമുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിലക്കുറവായിട്ടുള്ള കുറേയധികം സാധനങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ലെഷർ ടൈം കിട്ടി. ആ ഒരു ലെഷർ ടൈമൊക്കെ വളരെയധികം ഫണ്ണി ആക്കാനും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കാനും പറ്റുന്ന കുറച്ച് ഗാഡ്ജറ്റുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ സാധനങ്ങളും കാണുക, നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, എല്ലാം നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ സാധനങ്ങൾ നോക്കാം. ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ആമസോൺ ഫൈൻഡ് ഗെയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു ഗെയിമാണ്. നമ്മളെല്ലാവരും കുഞ്ഞുനാളിലോ അല്ലെങ്കിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ഈർക്കിൽ എന്ന് പറയുന്നൊരു ഗെയിം. ആ ഒരു ഈർക്കിൽ എന്ന് പറയുന്ന ഗെയിമിൻ്റെ വളരെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു കൊമേഴ്ഷ്യലായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളി ഈർക്കിലിൻ്റെ ഒരു ഗെയിം പ്ലേ എന്ന് പറയുന്നത് ഒരു ഈർക്കിൽ വയ്ക്കുക, അതിൻ്റെ പുറത്തേക്ക് കുറേയധികം ഈർക്കിലിടുന്നു. ആ ഒരു ഈർക്കിൽ നമ്മൾ വേറൊരു ഈർക്കിൽ വെച്ച് മറ്റൊരു ഈർക്കിൽ അനങ്ങാതെ ആദ്യം എടുക്കുന്ന ആൾ ജയിക്കുന്നു. അത് തന്നെയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മക്കാഡോ എന്ന് പറയുന്ന ഈ ഒരു സംഭവം സെയിം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഓരോ കളേഴ്സിനും പലതരത്തിലുള്ള വാല്യൂസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ കുറേ അധികം ആളുകൾ കളിക്കുന്ന സമയത്ത് ഓരോരുത്തരും എല്ലാം ഈർക്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വിജയെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനകത്ത് ഓരോ കളേഴ്സിനും ഓരോ തരത്തിലുള്ള പോയിൻറ്റ്സ് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ അൾട്ടിമേറ്റ്ലി കുറേയധികം ഫ്രണ്ട്സ് കളിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു വിന്നറിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കാഡോ എൻ്റെ കയ്യിലിരിക്കുന്നത് 2 തരത്തിലുള്ള വേരിയൻസ് ആണ്. ഇതും നിങ്ങൾക്ക് പല റേറ്റുകളിൽ വാങ്ങിക്കാൻ പറ്റും. വുഡനാണ് കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കേണ്ടത്. പ്ലാസ്റ്റിക് നിങ്ങൾക്ക് കുറച്ചുകൂടി ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റും. പ്ലാസ്റ്റിക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് പല കളറിലുള്ള ഈർക്കിൽ പോലത്തെ സംഭവം കാണാൻ പറ്റും. വളരെ ലാസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. എനിക്ക് പേഴ്സണലി പ്ലാസ്റ്റിക്കാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ. വുഡൻ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷേ ലാസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. സോ എന്തായാലും പ്ലാസ്റ്റിക് നോക്കിക്കഴിഞ്ഞാൽ പല കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഫിനിഷോട് കൂടി വരുന്നതാണ്. ഈർക്കിൽ കളിക്കുന്ന പോലെ കളിക്കാം. ഇതിൻ്റെ ഈർക്കിൽ കളിക്കേണ്ട രീതികളൊക്കെ, അതായത് കളേഴ്സ് വെച്ച് കളിക്കേണ്ട പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിന് പിൻഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വുഡനിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ഈ ഒരു വുഡൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഈർക്കിൽ കളിക്കുന്ന ഫീല് കുറച്ചുകൂടെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈർക്കിൽ നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു വുഡിലാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ലാസ്റ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. സോ അതിലും കളർ കോഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഓരോരോ കളറിനനുസരിച്ചായിരിക്കും ഓരോരോ പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ളൊരു വിലയാണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഏകദേശം 75 രൂപയോളമാണ് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മിക്കാഡോയ്ക്ക് വില വരുന്നത്, അല്ലെങ്കിൽ ഈർക്കിൽ കളിക്ക് വില വരുന്നത്. നിങ്ങൾ ഈ ഒരു വുഡൻ ടൈപ്പാണ് വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ 199 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. എന്തായാലും രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഗൈസ്, അടുത്തൊരു നമ്മളെ ആമസോൺ ഫൈൻഡ് ഗെയിം എന്ന് പറയുന്നത് ഇത് ജങ്കയാണ്. ജങ്ക കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ ഗെയിം പ്ലേ പറ്റി നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് വളരെയധികം കളർഫുൾ ആയിട്ടുള്ള പലതരത്തിലുള്ള ബ്ലോക്സുകൾ കാണാൻ പറ്റും. ഈ ഒരു ബ്ലോക്സുകൾ വച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 1 3 ഈ ഒരു ഭാഗത്തേക്ക് പാരലി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് വയ്ക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അങ്ങനെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവം എവിടെയെങ്കിലും ടേബിളിലൊക്കെ വയ്ക്കും. ടേബിളിൽ വെച്ചതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടവർ മറിഞ്ഞ് വീഴാതെ തന്നെ ഇതിൻ്റെ ഇടയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും നമ്മൾ ബ്ലോക്സ് എടുത്തിട്ട് ഓരോന്നായിട്ട് ഇതിൻ്റെ ടോപ്പിലേക്ക് വയ്ക്കണമെന്നുള്ളതാണ്. ടോപ്പിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇപ്പോൾ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വയ്ക്കും. ടോപ്പിൽ നിന്ന് നമ്മൾ പിന്നെ എടുക്കാൻ പാടില്ല, താഴെ നിന്ന് തന്നെ എടുക്കണം. സോ ഓരോന്നായിട്ട് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഈ ഒരു ടവർ മറിഞ്ഞ് വീഴുകയാണെങ്കിൽ അയാൾ തോറ്റു, മറ്റേ ആൾ ജയിച്ചു. അങ്ങനെ മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ജങ്ക എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ പിള്ളേരൊക്കെ ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു കോഗ്നിറ്റീവ് അബിലിറ്റീസൊക്കെ കൂട്ടാൻ കഴിവുള്ള ഒരു ഗെയിം കൂടിയാണ്. എന്തായാലും നിങ്ങളിത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് 299 രൂപ കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ 2 മോഡൽസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു കളർഫുൾ ആയിട്ടുള്ള മോഡൽസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ വുഡൻ ബീച്ച് കളറൊക്കെ വരുന്നതും നിങ്ങൾക്ക് സെയിം പ്രൈസിന് വാങ്ങിക്കാൻ വരും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. ഇതും വാങ്ങിക്കണമെങ്കിൽ താഴെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയ ഒരു ആമസോൺ ഫൈൻ ഗെയിമാണ് വേഡിറ്റ് എന്ന് പറയുന്നത്. ഇത് 4 പേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരു ഗെയിമാണ്, കാർഡ് ഗെയിമാണ്. ഇതുപോലെ തന്നെ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗെയിം നിങ്ങൾക്ക് ഇതിനകത്ത് കളിക്കാൻ പറ്റും. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു കാർഡ് തുറന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇതിനകത്ത് കുറേയധികം ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള കാർഡുകളാണ് സാധിക്കുക. ഈ ഒരു ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വാക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു വേഡിറ്റിൻ്റെ ഏറ്റവും വലിയ
ഒരു ഗെയിം പ്ലേ എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഒന്നാമത്തെ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ ഗെയിമിൻ്റെ പേരെന്ന് പറയുന്നത് വേർഡ് സെറ്റ് ഗോ എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കാർഡ് ഷഫിൾ ചെയ്തതിന് ശേഷം 4 പേർക്ക് 12 കാർഡ് വെച്ച് നമ്മൾ വീതിച്ചതിന് ശേഷം ബാക്കിയുള്ള കാർഡുകൾ നമ്മൾ സെൻറ്ററിലേക്ക് വയ്ക്കും. അതിൽ ഒരു കാർഡ് നമ്മൾ മറിച്ച് വെച്ചേക്കും. എന്നിട്ട് ഇതിൽ 4 പേരും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 12 കാർഡ് ഉപയോഗിച്ചുകൊണ്ട് 3 വേർഡുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് 3 ലെറ്റേഴ്സ് ഉള്ളൊരു വേർഡ്, 4 ലെറ്റേഴ്സ് ഉള്ളൊരു വേർഡ്, 5 ലെറ്റേഴ്സ് ഉള്ള വേർഡ്, അങ്ങനെ 3 ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ ജയിക്കും. അല്ലെങ്കിൽ ഒരു സെറ്റിൽ അവർക്ക് ഈ സെൻറ്ററിൽ മറിച്ച് വെച്ചിരിക്കുന്ന കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വാക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു വാക്ക്, അതായത് ഒരു കാർഡ് മാറ്റിയിട്ട് വേണം ആ ഒരു വാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാവുന്നതാണ്. അങ്ങനെ ഓരോ കാർഡായിട്ട് നമ്മൾ മറിച്ച് ആദ്യം ആർക്കാണോ ആ ഒരു 3 വേർഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അവരായിരിക്കും ജയിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഗെയിം എന്ന് പറയുന്നത് റാപ്പിഡ് സ്പെല്ലാണ്. റാപ്പിഡ് സ്പെല്ല് കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാർഡുകളും നമ്മളിങ്ങനെ മറിച്ച് ടേബിളിൽ ഇങ്ങനെ നിർത്തി വെച്ചിട്ട് എത്ര പ്ലെയേഴ്സ് കളിക്കാൻ വേണ്ടിയിട്ടുണ്ടോ ആ പ്ലെയേഴ്സ് എല്ലാം അതിൻ്റെ പുറത്തുള്ള ഓരോ കാർഡ് വീതം ഇങ്ങനെ മറിച്ച് വയ്ക്കുന്ന സമയത്ത് ആദ്യം ആര് ആ ഒരു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വേർഡ് പറയുന്നോ അവർക്ക് ആ കാർഡുകളെല്ലാം കിട്ടുമെന്നുള്ളതാണ്. ഒരു മിനിമം ലിമിറ്റൊന്നുമില്ല. മിനിമം 4 ലെറ്റേഴ്സ് എങ്കിലും വേണമെന്നുണ്ട്. 4 ലെറ്റേഴ്സ് ഉള്ള വാക്കായിരിക്കണം. അതിൽ കൂടുതൽ വിളിക്കുന്ന, അതായത് ഇപ്പോൾ ഒരു 4 ലെറ്റർ അല്ല, കൂടുതൽ വലിയൊരു വാക്ക് അതിനകത്ത് വേറെ ഉണ്ട്, അത് വേറൊരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയ്യാക്കായിരിക്കും ആ പോയിന്റ്സ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഓരോ ടൈമും ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ആദ്യം ആര് ആ ഒരു വേർഡ് കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ആദ്യം ആര് പറയുന്നോ അവർക്കായിരിക്കും ആ പോയിന്റ്സ് ഒക്കെ പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മളൊരു വിന്നറിനെ സെലക്ട് ചെയ്യും. അവസാനത്തെ ഗെയിം എന്ന് പറയുന്നത് ഗസ് ആണ്. ഗസ് കളിക്കേണ്ടത് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്തതിന് ശേഷം 4 പ്ലേയേഴ്സിനായിട്ട് 10 കാർഡ് വീതം കൊടുക്കും. അതിനകത്ത് നിന്ന് 4 ലെറ്റർ ഉള്ളൊരു വേർഡ് അവർ ഉണ്ടാക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ അതിനകത്ത് 4 ലെറ്ററുള്ളൊരു വേർഡ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നടുക്കത്തെ ആ പൈലിൽ നിന്ന് നമുക്ക് ഓരോ കാർഡ് വീതം എടുക്കാം. അങ്ങനെ 4 ലെറ്ററുള്ളൊരു വേർഡ് ഉണ്ടാക്കുന്നവരെ എടുത്തതിന് ശേഷം ഒരു ലെറ്റർ നിങ്ങൾക്ക് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വേർഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ബാക്കി കാർഡിനെ എല്ലാം സെൻറ്ററിലേക്ക് വയ്ക്കാം. ഈ ഒരു 4 ലെറ്റേഴ്സ് ഉള്ള വേർഡ് മാത്രമുള്ള 4 കാർഡുകൾ നിങ്ങൾ തറയിലായിട്ട് നിരത്തി വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള 2 കാർഡുകൾ നൂത്ത് വെച്ചതിന് ശേഷം ഒരറ്റത്ത് നിന്ന് ഓരോ ആളായിട്ട് ആ വേർഡ് എന്താണെന്നുള്ളത് ഗസ് ചെയ്ത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് ബാക്കിയുള്ള, അതായത് മടക്കി വയ്ക്കാത്ത 2 കാർഡുകളും അവർക്ക് നമ്മൾ കൊടുക്കും. ഇത് അവരുടെ പോയിൻ്റാണ്. അങ്ങനെ നമ്മൾ കറങ്ങി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങി ഓരോ തവണയും ഇങ്ങനെ വരും. അവസാനം നമ്മൾക്കിപ്പോൾ ഒരാൾ 2 കാർഡ് മടക്കി വെച്ചിട്ടും അവരുടെ വേർഡ് എന്താണെന്ന് പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവസാനമാകുമ്പോൾ അയാൾ ഒരു കാർഡൂടെ മടക്കി നിങ്ങൾക്ക് ആ ഒരു വേർഡ് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനലായിട്ട് ഒരു റൗണ്ടിലൂടെ നിങ്ങൾക്ക് അത് ഗസ് ചെയ്യാൻ പറ്റും. ആ ഒരു റൗണ്ടിൽ നിങ്ങൾ ഗസ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് എക്സ്ട്രാ മടക്കാത്ത ഒരു കാർഡ് അയാളുടെ പോയിന്റിലേക്ക് പോകും. അവസാനം നോക്കുന്ന സമയത്ത് ആർക്കാണോ കൂടുതൽ കാർഡ് കയ്യിലുള്ളത് അവർ ജയിക്കുന്നതാണ്. അതാണ് വേർഡ് എന്ന് പറയുന്ന ഗെയിം. വളരെ ഫണ്ണാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഇന്നേ വരെ കളിച്ചിട്ടില്ലാത്ത തരത്തിലുള്ളൊരു കാർഡ് ഗെയിം കൂടിയാണ് ഇത്. നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. 299 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ലവ് ഇറ്റ്. ഇതിന് പിന്നെ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഡാർട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡാർട്ട് ഉപയോഗിച്ച് നമ്മൾ പല സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇൻഡോർ കളിക്കാനും അതുപോലെ തന്നെ ഔട്ട്ഡോർ കളിക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റി ഉള്ളൊരു ഡാർട്ടാണ് കേട്ടോ. ഞാനിത് ഏകദേശം കുറേ തവണ ഡാർട്ട് പരീക്ഷിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് 2 തരത്തിലുള്ള മോഡ് ഗെയിംസ് ഉണ്ട്. ലൈക്ക് പോയിന്റ് വൈസ് നിങ്ങൾക്ക് കളിക്കാം. ഇതും പോയിന്റ് വൈസ് തന്നെയാണ്. നമുക്ക് സെൻറ്ററിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ പോയിന്റ്സ് കിട്ടും എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് എത്ര ഡാർട്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 6 ഡിഫറെൻറ്റ് ടൈപ്പ് ഡാർട്ടുകൾ കിട്ടും കേട്ടോ. അതിൽ പോയിൻ്റർ വെച്ചിട്ടാണ് രണ്ടും കണക്കാക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള യെല്ലോയിഷും അതുപോലെ തന്നെ ഗോൾഡ് റെഡ് കളറും നിങ്ങൾക്ക് ഇതിനകത്ത് ഡാർട്ട് കിട്ടും. സോ 1-2 ഒക്കെ കളഞ്ഞു പോയാലും നിങ്ങൾക്ക് സ്റ്റിൽ പ്ലേയബിൾ ആണ് ഈ ഒരു ഡാർട്ട് ഗെയിം എന്ന് പറയുന്നത്. ഡാർട്ട് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഗെയിമാണെന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് എത്ര പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും അവർക്ക് എത്ര ടേൺസ്, ഒരു 3 ടേൺസ് വെച്ചിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 3 ടേൺസിൽ എത്ര പോയിന്റ് അവർ കളക്ട് ചെയ്യുന്നു അത് ആഡപ്പ് ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ടൊരു വിന്നറിനെ സെലക്ട് ചെയ്യാൻ പറ്റും. എത്ര പ്ലേയേഴ്സിന് വേണമെങ്കിലും കളിക്കാൻ സാധിക്കും. നമ്മൾ ഡിസ്റ്റൻസ് കൂട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ചാലഞ്ചിങ് ഒരുപാടധികം കൂടുമെന്നുള്ളതാണ്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. ഇതിൻ്റെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് ഇനിയും ഒരുപാടധികം കൂടും. ഓൾറെഡി നമ്മൾ വേഡിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് എക്സ്ട്രാ ടൈം ഒരുപാടായിട്ടുണ്ട്. വേഡിറ്റിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വളരെയധികം പാടാണ്. പക്ഷേ ഡാർട്ടിന് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഈസിലി ഇൻ്റർനെറ്റിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ചലഞ്ചിങ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഡാർട്ട് എന്ന് പറയുന്നത് കേട്ടോ.
സോ ട്രൈ ചെയ്യുക, വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗാഡ്ജറ്റുകളും ആമസോൺ ഫൈൻഡും ഒക്കെ ആയിട്ട് വരുന്നവരെ സീ യു ദെൻ.